കർത്താവായ യേശു ക്രിസ്തുവിനെ നാം രക്ഷിതാവായി സ്വീകരിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും നിർണായകമായിരിക്കുന്നൊരു തിരഞ്ഞെടുപ്പാണ്. അങ്ങനെ സ്വീകരിച്ചു എന്ന് കരുതുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല സത്യമായി. കാരണം കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് പോലും പറച്ചിലിനപ്പുറത്തൊരു യാഥാർത്ഥ്യമായിട്ട് അധികം കാണാറില്ല. They come to a certain spiritual format and form. ഒരു ആത്മീയമായിരിക്കുന്ന ഒരു ചട്ടക്കൂട്ടിലേക്കും ഒരു ബാഹ്യരൂപത്തിലേക്കും ആളുകൾ വന്ന് ആ ശൈലികൾ പുലർത്തി ജീവിക്കുന്നു എന്നുള്ളതിനപ്പുറത്തായിട്ട് ദ റിയാലിറ്റി ഓഫ് വെൽക്കമിങ് ക്രൈസ്റ്റ് ഇൻ ടു വൺസ് ഹാർട്ട് ആൻഡ് ലൈഫ്, ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും യേശുക്രിസ്തുവിനെ വരവേൽക്കുക എന്ന് പറയുന്ന യാഥാർത്ഥ്യം വളരെ പേരിൽ കാണാറില്ല. Receiving Christ is a crisis in a life. ഒരു ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരു മഹാസംഭവമാണ്, ഒരു സംഭവമാണ്. അതൊരു സംഭവമായിട്ട് കാണാനോ ഓർക്കാനോ കഴിയാത്തവരാരും യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടിട്ടില്ല. യേശു കർത്താവിൻ്റെ ഹൃദയത്തിൽ വന്നു എന്ന് പറയുന്നൊരു സംഭവമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവങ്ങളെക്കുറിച്ച് പറയാറുണ്ട്, കണ്ടതിനെക്കുറിച്ച് പറയാറുണ്ട്. നാം സാക്ഷികളതിനെക്കുറിച്ച് എന്തൊരു ആവേശത്തോടാണ് നാം പറയുന്നത്. ഞാൻ കണ്ടായിരുന്നു, അത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ 10, 100 ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങളും നമുക്ക് മഹാസംഭവങ്ങളാണ്. ആ സംഭവങ്ങൾ പറയാൻ നമുക്ക് വളരെ ആവേശമാണ്. പക്ഷെ പലരെ സമയത്തോളം യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ വന്നു എന്നുള്ളൊരു സംഭവമാണെന്ന് തോന്നില്ല. നമ്മൾ പറയത്തല്ലോ, വെടിക്കെട്ട് പുക പോലായിരുന്നു എന്ന് പറയുന്നത്. There's no reality in that. കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളുന്ന ഒരു മഹാസംഭവമാണ്. You know, that was the turning point of your life. നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു തിരിവിൻ്റെ ഒരു സമയമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് അത് കഴിയുന്നില്ലെങ്കിൽ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ, രക്ഷകൻ നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സാരഥിയായിട്ട് വന്നിട്ടില്ല. ബിവേർ. ഇത് നാം ശ്രദ്ധിക്കണം. ഒരു ക്രിസ്തീയ മതത്തെ നമ്മൾ കുറച്ചുകൂടെ സംസ്കരിച്ച് സ്വീകരിക്കുന്നതും യേശുക്രിസ്തുവിൻ്റെ രക്ഷിതാവായി നമ്മുടെ ജീവിതത്തിൽ കൈക്കൊള്ളുന്നത്, ഇത് രണ്ടും രണ്ടാണ്. അങ്ങനെ ഒരു തുടക്കം കിട്ടിയവരെ സമയത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഘടിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം ദൈവവചനമാണ്. ദൈവവചനമായിട്ട് ബന്ധമില്ല യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ മിസ്മാച്ച്. അത് ചേർന്ന് പോകുന്നൊരു കാര്യമല്ല. വചനമായിട്ട് ബന്ധപ്പെടാത്ത ഒരാൾക്ക് അവർ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് സ്വീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ബോൺ അഗെയിൻ എന്നൊക്കെ പറയുന്നല്ല വാക്കുകൾ പറയാമെന്നല്ലാതെ, ഇഫ് യു ആർ റിയലി ബോൺ അഗെയിൻ you will be connected to God's word. ദൈവവചനത്തോട് നിങ്ങൾ ബന്ധിക്കപ്പെട്ടവരായിരിക്കും. ആ വചനത്തോട് ബന്ധിക്കപ്പെടുക എന്ന് പറയുന്നത് നിങ്ങൾ എത്തിച്ചേർന്ന പുതിയ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വലിയ ഡിസ്കവറിയാണ്. വാട്ട് ഹാവ് ഐ എൻറ്റേർഡ് ഇൻ ടു, ഞാൻ പ്രവേശിച്ചിരിക്കുന്ന ജീവിതം എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള കണ്ടെത്തൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ പുസ്തകം തുറന്ന് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതിൽ കൂടിയാണ്. ഒരു അത്ഭുത ലോകം ഈ പുസ്തകത്തിൽ. ഇതുവരെ ജീവിതത്തിൻ്റെ ജീവിതമല്ലായിരുന്നു എന്നുള്ള ബോധ്യം ഇതിൽ നിന്ന് കിട്ടുന്നു. എന്തായിരിക്കുന്നു ജീവിതം എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് കിട്ടുന്നു. നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന എന്തിലേക്കാണെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് കിട്ടുന്നു. ദർ ഈസ് സോ മച്ച് ബിഫോർ യു ടു സീക്ക് ആൻഡ് പൊസസ്. ഇത് അന്വേഷിപ്പാനും കണ്ടെത്തുവാനും സ്വായത്തമാക്കുവാനും എത്ര അനവധി എന്നുള്ളൊരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടും. ആ ഒരു പ്രയാണത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് ക്രിസ്ത്യ ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ പ്രയാസങ്ങൾ മാറിയൊരു കാര്യത്തിലേക്കാണ് വരുന്നത്. Everyone started with a crisis of receiving Christ. യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട ഈ വലിയ മഹാസംഭവത്തിൽ ആരംഭിച്ച എല്ലാവരും അനിവാര്യമായും മറ്റൊരു വലിയ സംഭവത്തിലേക്ക് വരണം. അതീവ ഗൗരവമായിരിക്കുന്ന മറ്റൊരു കണ്ടെത്തലിലേക്ക്, തിരഞ്ഞെടുപ്പിലേക്ക് വരണം.
എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ എത്തിച്ചേർന്ന, എൻ്റെ ജീവിതത്തിന് നിർണായകമായി തീർന്ന 2 വാക്യങ്ങളുണ്ട്. അതിലൊരെണ്ണം ഞാനിപ്പോൾ വായിക്കാം. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-ഉം 20-ഉം വാക്യങ്ങൾ വായിക്കാം. 1 കൊരിന്ത്യർ 6-ന്റെ 19-ഉം 20-ഉം വാക്യങ്ങൾ. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ. You are the temple of God. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്, മന്ദിരമാണ്. ആ മന്ദിരത്തിൽ വസിക്കുന്നതാരാണ്? ദൈവത്തിൻ്റെ ദാനമായി നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ്. The Holy Spirit indwells there. പരിശുദ്ധാത്മാവ് അവിടെ ആവസിക്കുന്നു. നിങ്ങൾ ആ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. വായിക്കാം. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ. You have been bought with a price. ശ്രദ്ധിക്കുക, നിങ്ങളങ്ങ് വന്നതല്ല, നിങ്ങളങ്ങ് തിരഞ്ഞെടുത്തതല്ല. ഇതൊരു വലിയ കാഴ്ച, അണ്ടർസ്റ്റാൻഡിങ്, ഒരു വലിയ പരിജ്ഞാനം, ഒരു കണ്ടെത്തലായിട്ട് നമ്മുടെ കണ്ണ് തുറന്ന് കാണാൻ തുടങ്ങണം. I should say, I slowly started seeing it and went on seeing it. അത് ഞാൻ കാണാൻ തുടങ്ങി, മുമ്പോട്ട് കാണാനായിട്ട് തുടങ്ങി. എന്താ കണ്ടതെന്നറിയാമോ? I am bought with a price. ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണ്. ജീസസ് bought me on the cross. യേശു ക്രിസ്തു കാൽവറിയിൽ എന്നെ വിലയ്ക്ക് വാങ്ങി. ഇന്ന് അടിമത്തമുള്ള കാലഘട്ടമല്ല. അടിമത്തത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ ഭാഷ കുറച്ചുകൂടെ മനസ്സിലാക്കും. അടിമച്ചന്തയിൽ നിന്നും ഒരാൾ വന്ന് വില കൊടുത്ത് ഒരു അടിമയെ സ്വന്തമാക്കുകയാണ്. ഇറ്റ്സ് മൈ പേഴ്സണൽ പ്രോപ്പർട്ടി. അതെൻ്റെ സ്വന്തം ഉടമസ്ഥതയിൽ. നമ്മളിപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മളങ്ങനെ പറയില്ല. ഇതെൻ്റെ കാറാണെന്ന് പറയും, ഇതെൻ്റെ വീടാണെന്ന് പറയും, ഇതെൻ്റെ പുസ്തകമാണെന്ന് പറയും. നമ്മൾ ഒരുപാട് കാര്യത്തെക്കുറിച്ച് വളരെ അവകാശവാദത്തോട് നമ്മൾ പറയും, സ്വന്തമെന്നുള്ള ബോധത്തിൽ പറയും. എന്നാൽ അടിമകളുടെ കാലത്ത് ഒരു വ്യക്തിക്ക് പറയാം, ദിസ് സ്ലേവ് ഈസ് മൈൻ, ഐ ബോട്ട് ഹിം. ഇതെൻ്റെ അടിമയാണ്, ഞാൻ അവനെ പർച്ചേസ് ചെയ്തതാണ്, വിലയ്ക്ക് വാങ്ങിയതാണ്. ഈ ഒരു കാര്യം രക്ഷിക്കപ്പെട്ടു എന്ന് ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ കയറണം. എന്താണത്? ആ വാക്യം മുഴുവൻ വായിക്കാം. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? കമാൺ പറയാം. എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, ഞാൻ എനിക്ക് ഉള്ളവൻ അല്ല. എന്നെ വിലയ്ക്ക് വാങ്ങപ്പെട്ടവളാണ് ഞാൻ, എനിക്ക് ഉള്ളവൾ അല്ല. I do not belong to myself. നമ്മളിത് 10 പ്രാവശ്യം ചുമ്മാ തരുന്ന, കർത്താവെ ഞാൻ എന്നെ സമർപ്പിക്കുന്നേ, ഞാൻ എന്നെ സമർപ്പിക്കുന്നേ. ഓരോ പാട്ടും പാടുമ്പോൾ എന്നെ സറണ്ടർ ചെയ്യുന്നേ, എനിക്കങ്ങ് എന്നെ തന്നെ കർത്താവിന് കൊടുക്കണം വലിയ ആഗ്രഹം, പക്ഷെ പറ്റുന്നില്ല. വി ആർ ഇൻ എ തറോ കൺഫ്യൂഷൻ. നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് സമർപ്പിച്ചുകൊണ്ടിരിക്കുക. ഐ ടെൽ യു ദർ ഈസ് ഓൺലി വൺ സറണ്ടർ. ഒറ്റ സമർപ്പണമേ ഉള്ളൂ. അതുണ്ടായോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഹാവ് യു ഹാഡ് യുവർ സറണ്ടർ? നിങ്ങളുടെ അർപ്പണം നടന്നോ? ദാറ്റ് ഈസ് എ സെക്കൻഡ് ക്രൈസിസ്. എല്ലാവരും കാൽവറിയിലെ പാപക്ഷമയിൽ നിന്നും നീതീകരണത്തിൽ നിന്നും അടുത്ത ഒരിടത്തേക്ക് വരണം. കാൽവറിയെ മറ്റൊരു തലത്തിൽ കാണണം. ഹിയർ ലോർഡ് ഐ സ്റ്റാൻഡ്, യു പർച്ചേസ് മീ വിത്ത് യുവർ ബ്ലഡ്. ഇതാ കർത്താവേ, ഞാനിവിടെ നിൽക്കുന്നു, അവിടുത്തെ രക്തം കൊണ്ട് എന്നെ അങ്ങേക്കായിട്ട് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. പർച്ചേസ്ഡ്. ഹൃദയത്തിൽ ആഴത്തിൽ ഈ ഒരു ബോധം, യാഥാർത്ഥ്യം അവിടെ വരണം. ഈ യാഥാർത്ഥ്യം, ഈ ബോധം, ഐ ആം പർച്ചേസ്ഡ്, ഞാൻ വാങ്ങപ്പെട്ടവനാണ്, വിലയ്ക്ക് വാങ്ങപ്പെട്ടവളാണ്. അതുകൊണ്ട് നോ മോർ മൈൻ, ഞാൻ എൻ്റേതല്ല. ഇതിൻ്റെ 2 കൊരിന്ത്യർ 5-ാം അധ്യായം 14-ാം വാക്യം വായിക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു വന്നും ഇനി ജീവിക്കുന്നവർ
തങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച ഉയർത്തന് ജീവിക്കണമെന്ന് വി ഹാവ് കൺക്ലൂഡഡ്, ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഇവിടാണ് നമ്മൾ വളഞ്ഞ വഴി എടുക്കുന്നത്. ഞാൻ സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ അകത്തെ ഒരു ആത്മീയത നമ്മളിങ്ങനെ ഒപ്പിച്ചെടുക്കുന്ന എൻ്റെ ആഗ്രഹം. ഓക്കെ, നിങ്ങൾ പൂർണ്ണരായോ എന്നുള്ളതല്ല എൻ്റെ ക്വസ്റ്റ്യൻ, നിങ്ങൾ പക്വതികളായോ എന്നുള്ളതല്ല എൻ്റെ ക്വസ്റ്റ്യൻ, നിങ്ങൾ എല്ലാ കാര്യത്തിനും അനുസരിക്കുന്നുണ്ടോ എന്നുള്ള എൻ്റെ ക്വസ്റ്റ്യൻ. ഹാവ് യു കം ടു ദ പോയിന്റ് വേർ യു ഹാവ് മെയ്ഡ് ദ ട്രാൻസാക്ഷൻ? നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരിടത്തേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട്. ജീസസ് ക്രൈസ്റ്റ്, ഐ എം നോ മോർ മൈൻ, ഐ എം ദൈൻ. കർത്താവേ, യേശുവേ, ഞാൻ എൻ്റേതല്ല, ഞാൻ അവിടത്തേതാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കർത്താവിന് കൊടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ പണം കൊടുക്കാൻ ശ്രമിക്കുന്നു, നമ്മുടെ ജോലി കൊടുക്കാൻ നോക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ കൊടുക്കാൻ ശ്രമിക്കുക. ഈ കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ പുറത്താണ്. ദ ഫസ്റ്റ് തിങ് ടു ഗിവ് ഈസ് നോട്ട് യുവർ ടൈം ഓർ യുവർ മണി ഓർ ഫെസിലിറ്റി. നിങ്ങൾക്കുള്ള കാര്യങ്ങളല്ല ഈ കൊടുത്തു തുടങ്ങുന്നത്. ഞാൻ പറയുന്നത് ഫാർ ഈസിയറാണ്, വളരെ അതുകൊണ്ടാണ് ഈ കൊടുത്താലും ഏതാണ്ട് കൊടുത്തില്ല എന്നുള്ള തോന്നൽ പിന്നെ ബാക്കി നിൽക്കുന്നത്. ദ ഫസ്റ്റ് തിങ്, ആദ്യത്തെ കാര്യം, ദ ക്വസ്റ്റ്യൻ, ഹാവ് യു ഗിവൺ യുവർ സെൽഫ്? നിങ്ങളെ തന്നെ കർത്താവിൻ്റെ അവകാശത്തിന് മുമ്പിൽ ഒരിക്കലായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളുടെ സത്യസന്ധമായിട്ട് പറയാം, ആ ഒരു ക്രൈസിസിൽ ഞാൻ വന്നു. ഐ ഹാഡ് ടു സേ ദാറ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ ജീവിതം സമർപ്പിക്കപ്പെട്ടതാണ്. ഈ ജീവിതം അവൻ്റെ സ്വന്തം. പൂർണ്ണനായതുകൊണ്ടല്ല, തെറ്റുകൾ സംഭവിക്കാത്തത് കൊണ്ടല്ല, ബട്ട് ദിസ് ഈസ് ഫൈനൽ. ഇത് നൽകപ്പെട്ടതാണ്. എന്നെ ശ്രദ്ധിക്കുക, വെറുതെ ആവേശം കൊള്ളരുത്. ഈ പാട്ടുകളൊക്കെ ഒത്തിരി ആവേശം കൊള്ളിക്കുന്നതാണ്. ദിസ് ഈസ് സംതിങ് റിയൽ. വൺസ് യു കം ദേർ യു ഹാവ് എ നെക്സ്റ്റ് ഫേസ് ഓഫ് അനദർ റിയാലിറ്റി. ഇത് ഇവിടെ വന്നാൽ മാത്രമേ ജീവിതത്തിൻ്റെ അടുത്ത ഒരു യാഥാർത്ഥ്യം ഉണ്ടാകുള്ളൂ. എന്തുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഞങ്ങളെ വേർപിരിക്കുന്നത്? ആര്? കൊള്ളാം, ഭയങ്കര കേമനല്ലേ, കഷ്ടതയോ പട്ടിണിയോ ഇതൊക്കെ ആരെ കൊണ്ട് പറയാൻ പറ്റും? The one who has really come to that conviction. ആ ബോധ്യത്തിൽ വന്ന ശേഷം, ഹിയർ ഐ ആം ലോർഡ്, ഇതാ കർത്താവേ, ഞാൻ അവിടുത്തേതാണ്. അതിനാണ് കോൺസിക്രേഷൻ. കർത്താവ് യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നു. 2, കോൺസിക്രേഷൻ. നമ്മുടെ ജീവിതത്തിൻ്റെ വൺസ് ഫോർ ഓൾ സറണ്ടർ, എന്നേക്കുമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ കോൺസിക്രേഷൻ, സമർപ്പണം. പലപ്പോഴും ഈ സമർപ്പണത്തെ തുടർന്ന് മാത്രമേ ക്രിസ്തു ജീവിതം മുമ്പോട്ട് പോകത്തുള്ളൂ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും നമുക്ക് ഈ പൊറോട്ടിലെ വലിവിൻ്റെ ഒരു പ്രശ്നം എന്നാണെന്നറിയാം, സമർപ്പണം കൂടാതെ പോകുന്നതുകൊണ്ടാണ്. വേണോ വേണ്ടായോ വി ആർ നോട്ട് ഷുവർ. നമ്മുടെ ജീവിതത്തിൽ വൺസ് ഫോർ ഓൾ നമ്മെ അങ്ങനെ നൽകാതെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ, ഓരോ സ്ഥാനത്ത് ചെല്ലുമ്പോഴും പ്രാർത്ഥിക്കണേ ഓരോരുത്തരും വി ആർ നോട്ട് ഷുവർ. ഐ ആം സോൾഡ് ഔട്ട്. ഞാൻ ചില സമയങ്ങളിൽ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ കടകളിലൊക്കെ ചെന്ന ശേഷം നമ്മൾ പോയപ്പോൾ കൊള്ളാവുന്നൊരു സാധനം കണ്ടു. നമ്മൾ നോക്കിയപ്പോൾ സംതിങ് ബെറ്റർ ദേ, കുറച്ചൊരു നല്ലൊരു സാധനം. അപ്പോൾ അവരോട് ചോദിക്കും, ഇതിങ്ങനെ ദാറ്റ് സോൾഡ് ഔട്ട്, അത് വിറ്റുപോയത് കേട്ടോ. പലപ്പോഴും ഈ പരീക്ഷ ചെന്ന് അങ്ങനെ വന്ന ശേഷം ഞാൻ അങ്ങേയറ്റം ശ്രമിച്ചു, പ്രാർത്ഥിച്ചെന്ന് നോക്കി ഞാൻ വീട് പോയി. ഞാൻ കാര്യം പറയാം, പ്രാർത്ഥിച്ച് നോക്കുന്നുണ്ടോ? ഇതൊന്നുമല്ല കാരണം. യു ഹാവ് നോട്ട് മെയ്ഡ് യുവർ ഡിസിഷൻ വൺസ് ഫോർ ഓൾ ബിഫോർ ദ ലോർഡ്. കർത്താവിന് മുമ്പിൽ നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കലായിട്ട് കൊടുത്തിട്ടില്ല. ദ മാൻ വിത്തൗട്ട് കോൺസിക്രേഷൻ കനോട്ട് പ്രോഗ്രസ്. ജീവിതത്തിൽ എന്നേക്കുമായി കർത്താവിന് സമർപ്പിക്കാത്ത ഒരാൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഞാൻ പറയാം, സമർപ്പണ ജീവിതത്തിന് ശേഷം അനുസരണം ഈസിയാണ്. ഈ അനുസരണത്തിൻ്റെ പുറകിലുള്ള പ്രോബ്ലം എന്താണ്? ഹൃദയം കൈമാറ്റപ്പെട്ടിട്ടില്ല, ജീവിതം കർത്താവിന് കൈമാറ്റപ്പെട്ടിട്ടില്ല. നോക്കട്ടെ, അവിടെ ചെന്നിട്ട് പറയാം കർത്താവ് സഹായിക്കും, അതൊക്കെ നല്ലതാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, വൺസ് ഫോർ ഓൾ നിങ്ങളുടെ ജീവിതത്തെ ഈ നിലയിൽ കൊടുക്കണം. എന്താണത്? നിങ്ങളെ
വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ 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 നിങ്ങളുടേതല്ല, നിങ്ങൾക്കുള്ളവരല്ല, വാങ്ങപ്പെട്ടവൻ്റെതാണ്. വാങ്ങപ്പെട്ടവൻ്റെതാണ്. Will you say from your heart, I am not mine? ഞാൻ എൻ്റേതല്ല, എൻ്റെ വീണ്ടെടുത്ത കർത്താവിൻ്റെതാണ്. അതൊരിക്കലായിട്ട് അത് 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 കഴിഞ്ഞു ആ കാര്യം. ദാറ്റ്സ് കൺക്ലൂഡഡ്. ആ ഒരു നിർണയത്തിലേക്ക് വരാതെ നാം ശ്രമിക്കുകയാണ്. നാം ഒരുപാട് കിടന്ന് കഷ്ടപ്പെടുകയാണ്. കർത്താവിനെ സേവിക്കണം, കർത്താവിൻ്റെ വചനം അനുസരിക്കണം, അനുസരണം. ഇറ്റ്സ് എ സ്ട്രഗിൾ, ഐ ടെൽ യു. വലിയൊരു വടം ഇവിടെ കിടക്കുക, സമർപ്പിക്കപ്പെടാത്തൊരു കാര്യം. ഞാൻ പറയാം, ഓരോ പാട്ടിലെയും സമർപ്പണം, അങ്ങനെ ഒരു കാര്യമുണ്ട്, പ്രോഗ്രസീവ് സറണ്ടർ. പക്ഷേ അതല്ല, അടിസ്ഥാനപരമായി നമ്മെ തന്നെ കർത്താവിന് എന്നേക്കുമായിട്ട്, ഇതാ കർത്താവേ, ഐ എം ദൈൻ, ഞാൻ അവിടത്തേതാണ്. അവിടുന്ന് മാത്രമേ ട്രൂ ഹോളിനെസ് ഉണ്ടാകത്തുള്ളൂ, യഥാർത്ഥ വിശുദ്ധി. എന്താ ഈ ഹോളിനെസ് എന്ന് പറഞ്ഞാൽ? വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെഗിയോസ്, സെപ്പറേറ്റിംഗ് ourselves to the Lord. നമ്മെ തന്നെ കർത്താവിനായിട്ട് വേർതിരിക്കുന്നു. ജീവിതത്തിൻ്റെ സംഭവങ്ങളുടെ മുമ്പിൽ, തീരുമാനങ്ങളുടെ മുമ്പിൽ, തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഞാൻ കർത്താവിനുള്ളവനാണ്, ഞാൻ കർത്താവിനുള്ളവനാണ്. എന്ത് തിരഞ്ഞെടുക്കും? എന്ത് തിരഞ്ഞെടുക്കും? ഞാൻ കർത്താവിനുള്ളവനാണ്. കർത്താവിനുള്ളത് തിരഞ്ഞെടുക്കും, കർത്താവിൻ്റെ ഹിതത്തിലുള്ളത് തിരഞ്ഞെടുക്കും, കർത്താവിൻ്റെ വഴിയിലുള്ളത് തിരഞ്ഞെടുക്കും, കർത്താവിൻ്റെ വചനത്തിലുള്ളത് തിരഞ്ഞെടുക്കും. അതിനാണ് വിശുദ്ധി എന്ന് പറയുന്നത്. എന്താണ് വിശുദ്ധി? ഏത് നിറമുള്ള ഷർട്ടാണ് വിശുദ്ധി ഉണ്ടാകുന്നത്? എന്താ ഈ വിശുദ്ധി? എന്തെല്ലാം ചെയ്താലാ വിശുദ്ധിയാകുന്നത്? നമുക്കങ്ങനെ നമ്മുടെ മനസ്സിൽ വിശുദ്ധിയുടെ ചില ചിത്രങ്ങളുണ്ട്. Holiness just means working out your separation for the Lord. ജീവിതത്തിൻ്റെ സന്ദർഭങ്ങളിൽ കർത്താവിനായിട്ടുള്ള നിങ്ങളുടെ വേർപാട്, നിങ്ങളുടെ സമർപ്പണം പ്രയോഗതലത്തിലാക്കുക, അത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് ഹോളിനെസ്. അവിടെ നിന്നാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകാൻ കഴിയുന്നത്. ഇത് മുമ്പോട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രയോണമാണ്. രക്ഷിതാവായി സ്വീകരിക്കുന്നു, നമ്മുടെ ജീവിതം സമർപ്പിതമാകുന്നു കാൽവരുടെ മുമ്പിൽ. ലോർഡ്, ദാറ്റ്സ് ഡിസൈഡഡ്, ഗോൺ. നമ്മളൊരു പാട്ടിൽ പാടുമല്ലോ, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. എപ്പോഴാണ് ഡിസിഷൻ വരുന്നത്? എപ്പോഴാണ് തീരുമാനം ഉണ്ടാകുന്നത്? പാട്ട് പാടുന്ന സമയത്ത്. നോ. ഹാവ് യു ഹാഡ് എ പാസ്റ്റ്? നിങ്ങളുടെ പറമ്പിൽ അങ്ങനെ ഒരു ഭൂതകാലം കിടപ്പുണ്ടോ? ദാറ്റ് ഈസ് ഡിസൈഡഡ്, മൈ ലൈഫ് ഈസ് ഗിവൺ, എൻ്റെ ജീവിതം നൽകപ്പെട്ടിരിക്കുന്നു. മുമ്പോട്ട് നിങ്ങളുടെ കാൽച്ചുവടുകൾക്ക് വ്യക്തത കിട്ടും. നിങ്ങളുടെ പരീക്ഷയുടെ സമയത്ത് നിങ്ങൾക്ക് പ്രത്യേക കൃപ കിട്ടും. നിങ്ങളുടെ അന്തരംഗത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നുള്ള ബോധം നിങ്ങൾക്ക് കിട്ടും. അതാണ് കർത്താവിനെ സേവിക്കുന്നതിൽ വിശുദ്ധിയിൽ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയുന്നത്. ആ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ കൂടുതൽ ഡിവോട്ടഡ് ആകുവാനായിട്ടിടയായിത്തീരും. കർത്താവിൽ ഡിവോഷൻ. ഇതിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ കേട്ട് അത് ചെയ്യണം അത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് വേറെ പ്രാവശ്യം വേറെ കാര്യം വേണം, എന്നാൽ അത് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു, അപ്പോഴാണ് വേറെ കാര്യം ചെയ്യണമെന്ന് കേൾക്കുന്നത്. ആളുകൾക്ക് വ്യക്തതയില്ല. ഇത് മനോഹരമായിരിക്കുന്ന വ്യക്തതയുള്ളൊരു ജീവിതമാണ്. കർത്താവിനെ നാം സ്നേഹിച്ചും കർത്താവിനായി വേർതിരിക്കപ്പെട്ട് നാം മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ഹൃദയം കൂടുതൽ കർത്താവിനാൽ വശീകരിക്കപ്പെടുന്നു, ആകർഷിക്കപ്പെടുന്നു. കർത്താവിനോടുള്ള സ്നേഹത്തിൽ നമ്മുടെ ഹൃദയം കൂടുതൽ ഏകാഗ്രപ്പെടുന്നു. നമുക്ക് ജീവിതത്തെക്കുറിച്ചുള്ള വകതിരിവ്, വ്യക്തത, തിരിച്ചറിവുണ്ടാകുന്നു. വാട്ട് ബിലോങ്സ് ടു മൈ ഗോഡ്, എൻ്റെ കർത്താവിനുള്ളത് എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായി തീരുന്നു. കാരണം കർത്താവിനെ അറിയുന്നവരും കർത്താവിൻ്റെ താല്പര്യമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയുവാനായിട്ടിടയായിത്തീർന്നു. ആൻഡ് വി ബിക്കം ഡിവോട്ടഡ്. ഈ ഭക്തജനങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ പ്രയോഗമുണ്ട്. പേപ്പറിലൊക്കെ കാണാമല്ലോ, 1,00,000 ഭക്തജനങ്ങൾ കൂടിയെന്ന്. നമുക്കിങ്ങനെ ഭക്തജനങ്ങളെക്കുറിച്ചുള്ള ധാരണയുണ്ട്. എന്താ ഈ ഭക്തി? ഭക്തി വാസ്തവത്തിൽ ഡിവോഷനാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുമ്പോൾ, ഞാൻ ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മലകന്യയായി
വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നു. ചാസ്റ്റിറ്റി, ആ പാതിവൃത്യം, ആ ഹൃദയത്തിൻ്റെ ഏകാഗ്രത. എന്നാൽ ഞാൻ ഭയപ്പെടുന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത, ഭക്തി, നിർമ്മലത, ഡിവോഷൻ, അത് വിട്ട് വഷളായി പോകുമോ? നാം മുമ്പോട്ട് പോകുന്തോറും ജീസസ് അലോൺ, ജീസസ് അലോൺ, ജീസസ് അലോൺ, കർത്താവ് തന്നെ, കർത്താവ് മാത്രം, കർത്താവെല്ലാം, ഇതിലേക്കാണ് നാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്തു ജീവിതത്തിന് ആ ഒരു ലാളിത്യമുണ്ടെന്ന് ഓർക്കുക. അവരാണ് ട്രൂ വർഷിപ്പേഴ്സ്, സത്യ ആരാധനക്കാർ. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, ഇങ്ങനെയുള്ളവരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. എങ്ങനെ? സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക. എന്ത് ഈ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക എന്ന് പറഞ്ഞാൽ? കാലനങ്ങണം, കൈയനങ്ങണം, ചാടണം, ശബ്ദം ഉണ്ടാകണം, അതേ അല്ല. Worshippers, my heart, my life, my everything, all that is mine. Lord, I adore you. ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ഈ വർഷിപ്പ് എന്നുള്ള പദം വന്നിരിക്കുന്നത്, നമ്മൾ ഇംഗ്ലീഷിൽ പ്രോസ്ട്രേഷൻ എന്നുള്ള പദമുണ്ടല്ലോ, അത് പദത്തോട് ചേർന്നിരിക്കുന്നൊരു കാര്യമാണ്. പ്രോസ്ക്വിനിയോ, നാം നമ്മുടെ തല നിലത്ത് മുട്ടിച്ച് നമ്മുടെ സ്നേഹം, നമ്മുടെ ആദരവ്, നമ്മുടെ അഡോറേഷൻ അവിടേക്കാണ് വരുന്നത്. ദൈവമക്കളെ, ഈ കർത്താവിൻ്റെ സ്നേഹത്തിന് മുമ്പിലാണ് നാം വന്നിരിക്കുന്നത്. ഈ വിളിയുടെ മുമ്പിലാണ് വന്നിരിക്കുന്നത്. ഈ വിലപ്പെട്ട രക്ഷയുടെ മുമ്പിലാണ് നാം വന്നിരിക്കുന്നത്. നമ്മുടെ ക്രിസ്തീയത അനേക പ്രബോധനങ്ങൾ കൂടി പുറകിൽ നിന്ന് ഉന്തി ഏതാണ്ട് എത്തിക്കുന്നൊരു മാർഗമല്ല. നമ്മുടെ ക്രിസ്തീയത യേശു ക്രിസ്തുവിനാൽ ആകർഷിക്കപ്പെടുന്ന മാർഗമാണ്. ദ മോർ ഐ സീ ഹിം, ദ മോർ ഐ ലവ് ഹിം. ഞാൻ അവനെ കാണും തോറും, അറിയും തോറും ഞാൻ അവനെ സ്നേഹിക്കുന്നു. ആൻഡ് ഹി ഹാസ് ബിക്കം ദ ഗ്രേറ്റസ്റ്റ് പുൾ ആൻഡ് അട്രാക്ഷൻ ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണവും എൻ്റെ ഹൃദയത്തിൻ്റെ ആ നിർബന്ധവുമായി തുറന്നിരിക്കുന്നു. ക്രൈസ്റ്റ് എത്ര അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. ടു ബിലോങ് ടു ഹിം, അവനുള്ളവനായി തീരുക എന്നുള്ളത് പറയുന്നത് എത്ര അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. അവനെ സേവിക്കുക എന്ന് പറയുന്നത് എത്ര അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. എനിക്കുള്ളത് എല്ലാം അവൻ്റേത്, എത്ര അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. വാട്ട് എ വർത്തി ലൈഫ്, എത്ര വിലപ്പെട്ട ജീവിതം. വാട്ട് എ ഗ്രേറ്റ് ഗോഡ് ടു സെർവ്, സേവിപ്പാൻ എത്ര വലിയൊരു ദൈവം. അവൻ്റെ മുമ്പിൽ നിന്ന് ശേഷം പാടി തീർക്കാൻ കഴിയുമോ? സംസാരിച്ച് തീർക്കുവാനായിട്ട് കഴിയുമോ? കൊടുത്തു തീർക്കുവാനായിട്ട് കഴിയുമോ? നോ, നത്തിങ്. ഈ ദിവ്യ സ്നേഹത്തിന് മുമ്പിൽ നാം നിന്ന ശേഷം ഈ ജീവിതം അവൻ്റെ സ്വന്തം എന്ന് പറയുന്നത് സാധ്യമാണ്. ആമേൻ. കർത്താവിനായിട്ട് തങ്ങളുടെ ജീവിതം ഈ സ്നേഹത്തിന് മുമ്പിൽ ഒരിക്കലായിട്ട് തങ്ങളെ തന്നെ വെച്ചുകൊടുത്തവരെ സമയത്തോളം they can sing that, അത് പാടുവാനായിട്ട് കഴിയും. ഈ ദിവ്യ സ്നേഹം വിട്ടേച്ചെനിക്ക് പോകുവാനായിട്ട് കഴിയുമോ? ഈ മനോഹര ജീവിതത്തിനായിട്ട് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. നമുക്ക് ചേർന്ന് ഈ കർത്താവിനെ സേവിക്കാം.